ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ടേസ്റ്റ് ബേർഡ്സ്. ഇന്ന് ഞാനൊരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വിരുന്നുകാരൊക്കെ പെട്ടെന്ന് വരുമ്പോൾ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി അതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഇപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. മധുരത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ഓരോരുത്തർക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെക്കുന്നതിന് മുമ്പാണ് ഇതൊക്കെ ആഡ് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അടുപ്പിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ ഈ മിക്സ്ചർ തയ്യാറാക്കിയിട്ട് വേണം അടുപ്പിൽ വെക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഒരുണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ നന്നായിട്ടൊന്ന് കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കോൺഫ്ലോറും പാലും നന്നായിട്ട് മിക്സായി കിട്ടണം. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ പുഡിങ്ങിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഗ്യാസ് സ്റ്റൗവിൽ വെക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. കാര്യം കോൺഫ്ലോർ ആണ്, പെട്ടെന്ന് കുറുകി പോവും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അടി പിടിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കൈവിടാതെ നന്നായിട്ട് ഒരു വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗവും അടി കൂട്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. പെട്ടെന്ന് തന്നെ കുറുകി വരികയും ചെയ്യും. ഇപ്പോൾ നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് ഒന്നുകൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. അതായത് ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്ത് ഒന്ന് കുറുകി വരുമ്പോഴേക്കും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യണം. കാണുമ്പോൾ തന്നെ അറിയാം നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇതൊരു 1 മിനിറ്റും കൂടെ ഈ ഒരു പാകത്തിന് ഒന്ന് കുക്ക് ചെയ്താൽ മതി. ഈ ഒരു പാകത്തിന് ആയി കിട്ടണം. ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്, ഇങ്ങനെ ബബിൾസ് വരുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാവുന്നതേ ഉള്ളൂ. ഈ ഒരു പാകത്തിന് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം നമുക്കിത് പുഡിംഗ് സെറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മുടെ പുഡിങ്ങിൻ്റെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ചൂടാറുമ്പോൾ ഒന്നും കൂടെ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആയി കിട്ടും. ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമുക്കിത് പുഡിംഗ് സെറ്റിലേക്ക് ഒഴിക്കാനായിട്ട്, അല്ലെങ്കിൽ കട്ട കൂടിയതുപോലെ ഇരിക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ല പാകത്തിനായി കിട്ടും. ഇനി ഒരു പുഡിംഗ് സെറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഒന്ന് കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണുള്ള ഓയിൽ ഒരു പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് നമുക്ക് ഫസ്റ്റ് ലെയറായിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ ഒരു 2-3 ബ്രെഡ് എടുത്തൊന്ന് പൊടിച്ചെടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ ബ്രെഡ് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിനി ബ്രെഡ് ക്രംസ് പുഡിംഗ് സെറ്റിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ലെവലിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പുഡിങ് കുറേശ്ശെ എല്ലാ ഭാഗത്തേക്കും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഇതിങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് കോരി എടുത്തിട്ട് വേണം ഇങ്ങനെ ഒഴിക്കാനായിട്ട്. അല്ലാതെ പുഡിങ് നേരിട്ട് പുഡിംഗ് സെറ്റിലേക്ക് ഒഴിക്കരുത്. ഒരു തവി കൊണ്ട് കുറേശ്ശെ എടുത്ത് എല്ലാ ഭാഗത്തേക്കും ചേർത്ത് കൊടുക്കുക. ഇതൊന്നൊരു സ്പൂൺ കൊണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലാ വശങ്ങളിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ നമുക്ക് ശ്രദ്ധിച്ച് വേണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. എല്ലാ സൈഡ്സിലേക്കും ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ പുഡിങ് ഒരുവിധം എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂർ വരെ ഒന്ന് തണുപ്പിച്ചെടുക്കണം.
ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ വേണം വെക്കാനായിട്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. ഞാനിവിടെ ഒരു 1/2 കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഫുഡ് കളർ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഫുഡ് കളർ ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെയ്യാം. വൈറ്റ് കളർ തന്നെ മതി. ഞാനിവിടെ ബ്ലൂ കളർ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബ്ലെൻഡർ കൊണ്ട് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീം തയ്യാറായിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് ആയി കിട്ടണം. നമ്മുടെ പുഡിങ് ഞാൻ 1 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമ്മുടെ അടുത്ത ലെയറായ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീമും എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പുഡിംഗ് റെസിപ്പിയാണിത്. എല്ലാ ഭാഗത്തേക്കും വിപ്പിംഗ് ക്രീമും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് കുറച്ച് ഞാനിവിടെ ടൂട്ടി ഫ്രൂട്ടി വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ നട്ട്സോ എന്തെങ്കിലും കൊണ്ടാണെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് ഷുഗർ ബോൾസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി ഫ്രിഡ്ജിൽ വെച്ച് ഒന്നുകൂടെ ഒന്ന് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാവുന്നുള്ളൂ. കാര്യം വിപ്പിംഗ് ക്രീം തണുപ്പോട് കൂടി തന്നെയാണ് ഇവിടെ വിപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇനി വീണ്ടും ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.